ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കേരളത്തിലെ തിരുവനന്തപുരം. അവിടുത്തെ ജനഹിതം ആർക്കൊപ്പമെന്ന് നമുക്ക് ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത മുഴുവൻ ശ്രീ ദിവാകരൻ സഖാവിനാണ്. കാരണം ഇപ്രാവശ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ വർഗീയത വേണോ, നമ്മുടെ ജനാധിപത്യം വേണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ജനാധിപത്യമായിരിക്കും, വർഗീയത കുറവായ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വിശ്വാസം ശ്രീ ദിവാകരൻ സഖാവ് ജയിക്കുമെന്നാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് UDF വരുമെന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. അതാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് UDF വരണം, ഇതിനൊരു മാറ്റം വരണം, കേന്ദ്രത്തിലും അത് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതുവരെയുമുള്ള ഭരണം നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് UDF തന്നെ വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെ വരെയും ചെയ്യും, നല്ല സീറ്റിൽ ഭൂരിപക്ഷത്തോട് വരെയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തരൂർ സാറിനെ അനുകൂലിക്കുന്നു. ഈ മണ്ഡലത്തിലായിട്ട് പറയാൻ പറ്റില്ല, മൊത്തമായിട്ട് BJP ഭരിക്കും. ശശി തരൂർ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ലാസ്റ്റ് 2 തവണയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം വെച്ച് ചിലപ്പോൾ ചാൻസസ് രാഷ്ട്രീയം ചെയ്യും. എന്തുകൊണ്ട് എന്തുകൊണ്ടെങ്കിൽ സംസ്കൃതമായിട്ടൊരു മനുഷ്യനില്ല, കറയറ്റ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശതമാനവും അദ്ദേഹത്തിന് ജയിച്ച് വരണം. ഇവിടെ ശ്രീ ദിവാകരൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP തരംഗമാണ് ഇപ്പോൾ. ഉറപ്പായിട്ടും BJP വ്യക്തമായ വിശ്വാസം. തരൂർ സാർ കേരളത്തിൽ ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ.